ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിപ്പടരുകയാണ്. സ്വകാര്യതയെ ഹനിക്കുന്ന ഉള്ളടക്കം മറച്ചുവെക്കാനുള്ള നീക്കത്തിനിടെ ചില പ്രധാന സൂചനകൾ പുറത്തുവന്ന റിപ്പോർട്ടിൽ ഉൾപ്പെട്ടതോടെ സർക്കാർ വൻ സമ്മർദ്ദത്തിലാണ്. പുറത്തുവന്ന റിപ്പോർട്ടിലെ 96-ാം ഖണ്ഡികയാണ് ഇപ്പോൾ ചർച്ചകൾക്ക് ചൂടുപിടിപ്പിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 21 ഖണ്ഡികകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷണർ നൽകിയ ഉത്തരവ്. ഏതൊക്കെ പേജുകളിലെ ഏതൊക്കെ ഖണ്ഡികകൾ നീക്കം ചെയ്യുമെന്ന് സ്പഷ്ടമാക്കി അപേക്ഷകർക്ക് വിവരവും നൽകിയിരുന്നു. ആ കത്തിൽ 49-ാം പേജിലെ 96-ാം ഖണ്ഡികയും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 48-ാം പേജിൽ 96-ാം ഖണ്ഡിക ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഖണ്ഡികയിലാണ് പീഡനം നടത്തിയവരിൽ ഉന്നതരുമുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി ഹേമ കമ്മിറ്റി വ്യക്തമാക്കുന്നത്. ഇതിനുശേഷമുള്ള പേജുകൾ നീക്കാൻ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നില്ല. എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ വിലക്കില്ലാത്ത 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഇല്ല. ഈ പേജുകൾ ആരുടെ താൽപര്യത്തിലാണ് നീക്കം ചെയ്തതെന്നാണ് ചോദ്യമുയരുന്നത്. ഉന്നതരുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന 96-ാം ഖണ്ഡികയുടെ തുടർച്ചയിൽ അത് ആരൊക്കെയെന്ന് വ്യക്തമാക്കുന്നതുകൊണ്ടാണ് സർക്കാർ ഈ പേജുകൾ നീക്കം ചെയ്തതെന്നാണ് ആരോപണം. അതേസമയം ഉന്നതരുടെ സൂചനയുള്ള മുഴുവൻ ഭാഗവും നീക്കാനുള്ള ശ്രമത്തിനിടയിൽ 96-ാം ഖണ്ഡിക അബദ്ധത്തിൽ പെട്ടുപോയി എന്നാണ് കരുതുന്നത്. മുൻകൂട്ടി അറിയിച്ചതിലും കൂടുതൽ പേജുകൾ നീക്കാനുള്ള അധികാരം വിവരാവകാശ ഓഫീസർക്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖയും പുറത്തുവന്നിട്ടുണ്ട്. അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ സ്ഥലത്ത് സ്വകാര്യത ഹനിക്കുന്ന വിവരമുണ്ടെങ്കിൽ അതും നീക്കം ചെയ്യുമെന്ന മുന്നറിയിപ്പാണ് വിവരാവകാശ കമ്മീഷണറുടെ ഈ ഉത്തരവിലുള്ളത്. ഏതായാലും അധിക പേജുകൾ നീക്കം ചെയ്തതിൽ സർക്കാർ ഇപ്പോൾ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. ഇതോടെ CPM വൃത്തങ്ങളും ഉരുണ്ടു കളിക്കുന്നു. കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മീഷന്റെ ഭാഗമായി വെളിവാക്കപ്പെട്ട മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാനേ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി ഈ ഒരു പരാമർശം വന്നതോടുകൂടി സുവമോട്ടോ FIR ഇടാൻ ഗവൺമെന്റിന് സാധിക്കില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.